അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസിന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, മാധ്യമലോകം മനുഷ്യനെ കൊല്ലാനുതകുന്ന ഒരു ആയുധമായി വർത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വാർത്തകളുള്ള ഭരണഘടനയോ ഭരണഘടനയില്ലാത്ത വാർത്തകളും തമ്മിൽ ഒന്നിനെ തിരഞ്ഞെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ രണ്ടാമത്തേതിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ മടിക്കില്ല എന്ന ബ്രിട്ടീഷ് സാഹിത്യകാരനായ ബ്രിട്ടീഷ് ഭരണഘടനാ ശില്പിയായ തോമസ് ജെഫേഴ്സന്റെ വാക്കുകളാണ് എനിക്ക് ആദ്യമായി ഓർമ്മ വരുന്നത്. കേവലം ഈ ഒരു വാചകം വെറൊരു വാക്കായിട്ടില്ല, കാരണം ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ മാധ്യമങ്ങളുടെ മൂല്യത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത്. ജാഗ്രതയുള്ള ഒരു ജനതയുടെയും നിർവിഭാഗമായ ഒരു ന്യൂനപക്ഷ മാധ്യമങ്ങളുടെയും യഥാർത്ഥ പ്രധാനപ്പെട്ട കർമ്മം വാർത്തകൾ രേഖപ്പെടുത്തുക എന്നത് മാത്രമല്ല, മറിച്ച് അധികാരികളുടെ മേൽ സത്യത്തിന്മേൽ നിരന്തരം ചോദ്യം ചെയ്യുകയും അവയെ ഉണർത്തുകയുമാണ് കൂടുതൽ ചെയ്യേണ്ടത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്നാണ് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ മാധ്യമ ലോകം പല കോർപ്പറേറ്റീവ് ശക്തികളുടെയും ഭരണഘടനയുടെയും കീഴിൽ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അതിന് ഉദാഹരണമാണ് അന്താരാഷ്ട്ര സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ 2024 കണക്ക് പ്രകാരം പത്രസ്വാതന്ത്ര്യ സൂചികയിൽ 180 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ താഴേട്ടു പതിച്ചത്. ഇത് ഡെമോക്രാറ്റിക് ഇറഷൻ അഥവാ ഭരണഘടനാ മൂല്യ ചോർച്ചയായി നമുക്ക് കാണാൻ കഴിയും. വാർത്തകൾ തരേണ്ട മാധ്യമം ഇന്ന് വിനോദങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും TRP റേറ്റിങ്ങിനും ബ്രേക്കിംഗ് ന്യൂസിനും പോലത്തെ അന്ധമായ മത്സരങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന അനുഭാവം ചെയ്യുന്ന 19ാം അനുച്ഛേദത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് മാധ്യമങ്ങളുടെ അടിത്തറ എന്നുള്ളത്. എന്നാൽ ആ അടിത്തറയെ ഇളക്കുന്ന രൂപത്തിലാണ് ഇന്ന് പല മാധ്യമ കച്ചവടങ്ങളും രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അതിന് തെളിവാണ് ഈ അടുത്ത് സെൻസേഷൻ അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന 80ഓളം മാധ്യമ സ്ഥാപനങ്ങളും ഇന്ന് ജനാധിപത്യത്തിന് കീഴിലല്ലാതെ കോർപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ അടിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മാധ്യമങ്ങൾ പുറത്തു തരുന്ന വാർത്തകളെ കുറിച്ച് ചർച്ച ചെയ്യാം. 1975 അടിയന്തരാവസ്ഥ, അന്ന് ഏറെ പ്രസിദ്ധവും ഏറെ വിഭാഗവുമായ LK അദാനിയുടെ ഒരു വാക്കുണ്ട്: നിങ്ങളോട് കുനിയാൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ഇഴയാൻ തയ്യാറായി എന്നുള്ളത്. ഇതന്നത്തെ ഏറ്റവും വിവാദമായ വാർത്തയാണ്. കൂടാതെ മണിപ്പൂരിലെ കലാപം നടക്കുമ്പോൾ, രാജ്യത്തിൻ്റെ പല ഭാഗം കത്തിയെരിയുമ്പോൾ സെലിബ്രിറ്റി വിവാഹങ്ങൾക്കും കൂടാതെ അന്നത്തെ വിനോദങ്ങൾക്കും പ്രാധാന്യം നൽകിയ വാർത്തകൾ നമ്മുടെ ജനാധിപത്യ മൂല്യത്തിൻ്റെ അന്തസ്സത്തെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ജനാധിപത്യത്തിൻ്റെ മൂല്യത്തോട് വിരുദ്ധമായാണ് നമ്മുടെ മാധ്യമം പ്രവർത്തിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം വിയറ്റ്നാം യുദ്ധം പോലത്തെ സാഹചര്യത്തിൽ ആ യുദ്ധക്കളത്തിലെ ക്രൂരമായ മുഖങ്ങളെ ലോകത്തിന് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ആ മാധ്യമത്തിൻ്റെ അന്നത്തെ പ്രവർത്തനം ആ യുദ്ധം തന്നെ നിലനിൽക്കാനുള്ള പല സാഹചര്യം. ഇങ്ങനെ മാധ്യമം പല രൂപത്തിൽ പല രാജ്യങ്ങളിൽ പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെങ്കിലും എന്നാൽ ന്യൂനപക്ഷം വിഭാഗങ്ങൾക്ക് ഈ മാധ്യമം എന്നുള്ളത് പല രൂപത്തിലും വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇനി നമുക്ക് നമ്മുടെ വാർത്താ അവതാരകളിലേക്ക് വരാം. നമ്മുടെ അവതാരകരും വാർത്താ മുറികളും ഇന്ന് ഒരു വാർത്ത വിചാരണയായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ജനകീയ പ്രശ്നങ്ങളെ മറച്ചു പിടിക്കുന്ന വികാരവും വർഗീയപരമായ ചർച്ചകളെ കുത്തിക്കയറ്റുന്ന ഒരു ക്രിമിനൽ രൂപത്തിലേക്ക് നമ്മുടെ വാർത്താ മുറികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത പണ്ഡിതൻ വോൾട്ടേർ പറയുന്നതായി കാണാം: നിങ്ങളുടെ ആശയത്തോട് ഞാൻ എതിരാണെങ്കിലും ആ ആശയം പുലരുവാൻ മരണം വരെ ഞാൻ പ്രവർത്തിക്കുമെന്നുള്ളത്. ഈ ഒരു ആശയം നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ ചർച്ചാമുറികളിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ഈ തരത്തിലുള്ള വാർത്തകളും വാർത്താ പ്രവർത്തകരും നമ്മുടെ ജനാധിപത്യത്തിനെ പല രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റവും അതേപോലെ കൃത്രിമ ബുദ്ധി, അതേപോലെ ഫേക്ക് ഡീപ്പുകൾ, ഇങ്ങനെ തുടങ്ങി കുറേ സാധനങ്ങൾ മൂലം പടച്ചുവിടുന്ന കുറേ വ്യാജ വാർത്തകൾ, അത് മനസ്സിലാകാനാവാത്ത, ഇത് സത്യമാണോ നുണയാണെന്ന് മനസ്സിലാവാത്ത, ഒരു സാക്ഷരതയില്ലാത്ത ഒരു സമൂഹമായി അഥവാ ഒരു പോസ്റ്റ് ട്രൂത്ത് സമൂഹമായി നമ്മളിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പ്രധാന ഒരു വിഷയത്തിൻ്റെ മറുഭാഗം മനസ്സിലാവാത്ത ഒരു ഫിൽട്ടർ ബബിൾസായി പോകുന്ന ഒരു ജനതയായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാധ്യമം ജനാധിപത്യത്തോട് കൂടെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന 2 കാര്യങ്ങളാണ്.
ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്തകൾ വരുന്നതനുസരിച്ച് അപ്പടി വിടാതെ നമുക്കതിനെ മനസ്സിലാക്കി ഏതാണ് സത്യം ഏതാണ് നുണ എന്നുള്ളത് മനസ്സിലാക്കി അതിനെ സാക്ഷരതയുള്ള ഒരു മീഡിയ ലിറ്ററസി ആയ ഒരു ജനതയായി നമുക്ക് മാറണം. അതേപോലെ സാഹചര്യത്തിനും സമൂഹത്തിനും കാലത്തിനും അനുസരിച്ചുള്ള അപ്ഡേഷൻ ആവാനും നമുക്ക് സഹായിക്കണം. ഇങ്ങനെ തുടങ്ങി മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അനുഷ്ഠിതമായി പ്രവർത്തിക്കേണ്ടതാണെന്നും കച്ചവടങ്ങൾക്കോ അനീതിതമായ ജനകീയ മൂല്യങ്ങൾക്ക് കീഴിൽ ജനകീയ മൂല്യങ്ങൾ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറരുതെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.